ഹായ് സ്റ്റുഡൻസ്, കോമ്പിനേഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് കോമ്പിനേഷൻ? വിത്തൗട്ട് ഓർഡർ ഒരു ഔട്ട് ഓഫ് ഇത്രയും മെമ്പേഴ്സിന് നമുക്ക് എങ്ങനെ ഒരു 5 മെമ്പേഴ്സിനെ അല്ലെങ്കിൽ 4 മെമ്പേഴ്സിനെ എത്ര ഡിഫറെന്റ് ബേസിൽ സെലക്ട് ചെയ്യാം? സോ ഇവിടെ എ ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് 4 ഗേൾസ് ആൻഡ് 7 ബോയ്സ്. സോ ടോട്ടൽ 11 മെമ്പേഴ്സ് ഉണ്ട്. സോ അതിനുള്ളിൽ നിന്ന് 5 മെമ്പേഴ്സിനെ ഏതൊക്കെ രീതിയിൽ സെലക്ട് ചെയ്യാം? സോ എന്താണ് NCR? ഇപ്പൊ ടോട്ടൽ n മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 6 മെമ്പേഴ്സ് സെലക്ട് ചെയ്യണം. സോ NCR എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ ആയിരിക്കും. അതേപോലെ ഒരു കാര്യം കൂടിയുണ്ട്, NCR എന്ന് പറയുന്നതും NCn മൈനസ് r ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് വൺ നോ ഗേൾസ്. സോ നോ ഗേൾസ് മീൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന 5 മെമ്പേഴ്സും ബോയ്സ് ആണ്. സോ ഔട്ട് ഓഫ് 7 ബോയ്സ് 5 മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യണം. So 7C5 is equal to 7 factorial divided by 5 factorial into 7 minus 5 factorial. So നമുക്ക് എന്ത് ചെയ്യാം അതിന്? 7 into 6 divided by 1 into 2 ഇതിനോട് ഈക്വൽ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 7C5 എന്തിനോട് ഈക്വൽ ആയിരിക്കും? 7C2വിനോട് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്താം? 7 into 6 divided by 1 into 2 എന്നും ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ ഇതെന്തായിരിക്കും? 7 into 3, 21 ways. Then second one, at least one boy and one girl. So total നമുക്ക് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ നോക്കാം. സോ ഔട്ട് ഓഫ് 11 5 മെമ്പേഴ്സ് സെലക്ട് ചെയ്യണം. സോ 11C5 is equal to 11 factorial divided by 5 factorial into 11 minus 5 factorial. സോ ഇതെന്ത് വരും? 11 into 10 into 9 into 8 into 7 into 6. ബാക്കി 5 ഫാക്ടോറിയൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. Then divided by 11 minus 5 factorial means 6 factorial. That is 1 into 2 into 3 into 4 into 5 into 6. So കോമൺ ആയിട്ടുള്ള ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. Then the remaining 11 into 3 into 2 into 7. ഇത് എത്ര വരും? 462 ways ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് വേസ്. ഇതിനുള്ളിൽ നിന്ന് നോ ഗേളും നോ ബോയും വരുന്ന ഓപ്ഷൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ എന്നുള്ള ആൻസർ കിട്ടും. സോ നോ ഗേൾ നമ്മൾ ഓൾറെഡി ചെയ്തു. നോ ഗേൾ എന്താണ്? നോ ഗേൾ കിട്ടാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 21 വേസ് ആണ്. ഇനി അതേപോലെ നോ ബോയോ? നോ ബോയ് എന്ന് പറയുന്നത് ഫുൾ ഗേൾസ് ആണെന്നുള്ള രീതിയിലായിരിക്കും വരിക. സോ ഇവിടെ 4 ഗേൾസേ ഉള്ളൂ, മാക്സിമം 4 ഗേൾസേ വരാൻ പറ്റുള്ളൂ. സോ 5 ടീം മെമ്പേഴ്സ് എല്ലാം ഗേൾസ് ആയത് നമുക്ക് പോസിബിൾ അല്ല. സോ നോ ബോയ് എന്ന് പറയുന്ന കേസ് 0 വേസ് ആണ്. സോ ടോട്ടൽ ആയിട്ടുള്ള 462 ഈ രണ്ട് പോസിബിലിറ്റിയും കുറച്ച് കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുന്നത്? 441 വേസ്. ഇത്രയും രീതിയിൽ നമുക്ക് എന്ത് സെലക്ട് ചെയ്യാൻ പറ്റും? അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ എന്നത് സെലക്ട് ചെയ്യാം. Then third one, അറ്റ്ലീസ്റ്റ് 3 ഗേൾസ്. സോ അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് എന്ന് പറഞ്ഞാൽ 3 ഗേൾസ് എങ്കിലും വേണം. സോ 3 ഗേൾസ് ആൻഡ് 2 ബോയ്സ് ആവാം. ദെൻ അറ്റ്ലീസ്റ്റ് ആണ്. ഇനി 4 ഗേൾസ് 1 ബോയ് ആവാം. 5 ഗേൾസ് വരുമോ? ഇല്ല, നമുക്ക് മാക്സിമം 4 ഗേൾസ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ആ ഒരു ഓപ്ഷൻ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇത് രണ്ടും നമ്മൾ ചെയ്തിട്ട് രണ്ടിനെയും കൂടി സം ചെയ്താൽ മതി. സോ 3 ഗേൾസ് 2 ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഗേൾസിനെ സെലക്ട് ചെയ്യണത് നമ്മൾ 4 ഗേൾസിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഇൻറ്റു 2 ബോയ്സ് എന്ന് പറയുമ്പോൾ അത് 7 ബോയ്സ് എന്നാണ് 2 ബോയ്സിനെ സെലക്ട് ചെയ്യുന്നത്. സോ ഇതെന്ത് വരും? 4C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനോട് ഈക്വൽ ആവും? 4നോട് ഈക്വൽ ആവും. ഓക്കെ, 4നോട് ഈക്വൽ ആണ്. ഇൻറ്റു ഇത് എത്ര വരും? നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. 7C2 21 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 84 വേസ്. ദെൻ ഇതിന്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യണം. അടുത്തത് എന്ത് വരും? 4 girls and 1 boy. 7C1. സോ ഇതെന്തായിരിക്കും വരിക? 4C4 എപ്പോഴും 1നോട് ഈക്വൽ ആണ്. ദെൻ 7C1 എന്ന് പറയുന്നത് 7. സോ എന്ത് കിട്ടി നമുക്ക്? 7 വേസിന് ഈക്വൽ, 7 വേസ്. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ എത്ര വേസ് ആയി? 91 വേസ് കിട്ടും.
സോ ഇത്രയും രീതിയിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദി ആൻസേഴ്സ്. താങ്ക് യു.